പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവിയുടെ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പുതിയ എപ്പിസോഡിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ അപൂർവമായ ഒരു രാജ്യത്തിലെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് ധ്യാനാത്മകമായി ചർച്ച ചെയ്യുന്നത്. കാര്യം ഇത് അമേരിക്കയിൽ സംഭവിച്ച അമ്മമാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണമാണ്. അമേരിക്കയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് മേരി എഫ്രൈം എന്ന സഹോദരിക്കാണ് സന്ദേശങ്ങൾ കൈമാറിയത്. 1916 മേരി എഫ്രൈമിൻ്റെ ജനനം. 16-ാം വയസ്സിൽ മേരി എഫ്രൈം കോൺവെന്റിൽ ചേർന്നു. അക്കാലത്ത് യേശുവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ മേരി എഫ്രൈമിന് വെളിപ്പെട്ട് കിട്ടുമായിരുന്നു. ആത്മീയ തലത്തിൽ അധികം ഉയരാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ മാതാവ് മേരി എഫ്രൈമിലൂടെ സന്ദേശങ്ങൾ നൽകുകയും പിന്നീട് അമേരിക്കൻ ജനത ആത്മീയമായി വളരുകയും ചെയ്തു. അമേരിക്ക എല്ലാ കാര്യങ്ങളിലും, പ്രത്യേക ടെക്നോളജിയിലും IT-യിലുമൊക്കെ, നമ്മുടെ വാട്സപ്പും നമ്മുടെ യൂട്യൂബും എല്ലാം അവിടെതാണ്. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. കാരണം വെച്ചാൽ അവർ കവിതയിൽ ഒത്തിരി നോബൽ സമ്മാനങ്ങളൊന്നുമില്ല അമേരിക്കയ്ക്ക്. ഫ്രാൻസുകാർക്ക് നോബൽ സമ്മാനങ്ങളൊക്കെ സാഹിത്യത്തിൻ്റെ. അപ്പോൾ സാഹിത്യ മേഖലയിലും പിന്നെ ആത്മീയ മേഖലയിൽ അവർ ഒരു ആവറേജാണ്. നമുക്ക് പുറത്തറിയപ്പെടുന്നത് നമ്മുടെ ബിഷപ്പ് ഫുൾട്ടൻ ജേഷിനെ പോലെയുള്ള ലോകപ്രശസ്ത കാത്തലിക് മേഖലയിൽ അപൂർവം, അതുപോലെയൊക്കെ ഉള്ളൂ. ആ പശ്ചാത്തലത്തിൽ വേണം നിങ്ങളിത് വിലയിരുത്താൻ. കെനഡിയുടെയൊക്കെ കാലത്ത് 1961 കാലത്തിലൊക്കെ നല്ല ഫാമിലി പ്രെയറൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണത്. ഇന്ന് ഫാമിലി പ്രെയറിനൊക്കെ അവിടെ യൂറോപ്പിലെ പോലെ, യൂറോപ്പിൽ സംഭവിച്ചാൽ അമേരിക്ക സംഭവിക്കും. ആത്മീയ മേഖലയിൽ ഇത് രണ്ടും ഒരേ രീതിയിൽ പോകുന്ന രാജ്യങ്ങളാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇതൊരു മിസ്റ്റിക്കിന് ലഭിച്ച അപ്പാരിഷനാണ്. മിസ്റ്റിക് എന്നറിയാമല്ലോ, അതീന്ദ്രിയ ആത്മീയ അനുഭവമുള്ളവരെയാണ് നമ്മൾ മിസ്റ്റിക്കുകളെന്ന് പറയണത്. അത് വെച്ച് കഴിഞ്ഞാൽ അതീന്ദ്രിയം എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളില്ലേ, നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ അറിവ്, അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇപ്പം കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ആണ് നമുക്ക് സാധാരണ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് അതീതമായിട്ട് ഉണ്ടാകുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഇഫക്റ്റാണ്. 1916 ഇവർ ജനിക്കണത്. നമ്മളിവിടെ ചരിത്രം പരിശോധിക്കുമ്പോഴേ ഇവർ ബോൺ ഇൻ അമേരിക്ക എന്ന് കിടക്കണത്. പക്ഷേ ഇവരുടെ മാതാപിതാക്കന്മാർ ഓസ്ട്രിയക്കാരാണ്. യൂറോപ്യൻ രാജ്യമാണ് ഓസ്ട്രിയ. ആ ഓസ്ട്രിയയിൽ നിന്ന് മാതാപിതാക്കന്മാർ കുടിയേറി ഈ അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ സിറ്റി ആണെങ്കിലും അതൊരു സ്റ്റേറ്റാണ്. ഈ ന്യൂയോർക്കിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട സമുദ്രതീര സ്ഥലമാണ് ബ്രൂക്ലിനിലാണ് ഇവർ ജനിക്കുന്നത്. ഇവരുടെ പേര് മേരി എഫ്രൈം. ഇപ്പം മേരി എഫ്രൈം എന്ന് പറയുന്ന ഈ സഹോദരിക്കാണ് അവർ 16 വയസ്സ് മുതൽ ഏതാണ്ട്
14 വയസ്സ് കഴിയുമ്പോൾ ഇവർ കോൺവെൻറ്റിൽ ചേരും. കോൺവെൻറ്റിൽ ചേരാൻ തന്നെ കാരണം ഈ മിസ്റ്റേക്കുകളൊക്കെ ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ പറയണത് അവിടെ 14 വയസ്സ് മുതലും അവർ അതുപോലെ തന്നെ 30 മുതൽ അവർക്ക് മിസ്റ്റേക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായെന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ അല്ല അതിൻ്റെ സംഭവങ്ങൾ. പലപ്പോഴും ഈ മിസ്റ്റേക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവർക്ക് കുഞ്ഞുനാൾ പോലെ അതിൻ്റെ പ്രേരണ ഉണ്ടാകും. പ്രേരണകൾ, പലതരത്തിലുള്ള സ്വപ്നങ്ങൾ, പല ഈശോയുമായിട്ടുള്ള അടുപ്പമാണ് എൻ്റെ പ്രശ്നം. അടുപ്പമുണ്ടെങ്കിൽ സ്വപ്നങ്ങളുണ്ടാകും. സ്വപ്നത്തിൽ ദൈവം സംസാരിക്കും. ഇതൊക്കെ ഒന്നും ഒരിക്കലും നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അറിവുകളൊക്കെ തരും. അറിവുകളൊക്കെ ഇതിലൂടെ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളല്ലാത്ത അതീത ഇന്ദ്രിയങ്ങളിലൂടെയാണ് വരണത്. ഇങ്ങനെ ദൈവിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വെളിപ്പെട്ട് കിട്ടുമായിരുന്നു. യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ കിട്ടുമെങ്കിലും അവരങ്ങനെ അത് 1930 വരെ ഇങ്ങനെ സ്വാഭാവികമായ വിഷയമായിട്ട് കൊണ്ടു നടക്കിയിരുന്നു. പക്ഷേ ഇവർക്ക് 930 മേരി എഫ്രൈമിനെ അവർ കോൺവെൻറ്റിൽ ചേർന്നത് 14 വയസ്സിലാണ്. അതാണ് 16 ജനിച്ച് 30 ഞാൻ പറയണത്. 30 കഴിഞ്ഞിട്ട് 1933 ഇവർക്ക് ഫസ്റ്റ് പ്രൊഫഷൻ, ആദ്യത്തെ വ്രതവാഗ്ദാനം. ഈ വ്രതവാഗ്ദാനത്തോടു കൂടി പിന്നീട് ഇവരുടെ ലൈഫ്, ഇവിടെ എപ്പോഴും ഇവരുടെ മനസ്സിനെ അലട്ടണത്, കർത്താവ് പറയണത് ഫാമിലീസിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. ഫാമിലികളിൽ നിന്ന് വിശ്വാസം അകന്നു പോകുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാര്യം അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, കെന്നഡിയും ഭാര്യയും, റോസ് കെന്നഡിയും 2 മക്കളും ഒരുമിച്ച് നിന്ന് ജപമാല തരണ ഒരു പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമുണ്ട്, ദ റോസറി എന്ന് പറഞ്ഞൊരു ഭയങ്കര അമേരിക്കൻ ബുക്കാണ്. റോസറി, എൻ്റെ പേര് റോസറി എന്നാണ്. വലിയ ബുക്കാണ്. അതിൻ്റെ അകത്ത് മുഴുവൻ പടങ്ങളാണ്. അമേരിക്കൻസ് ജപമാല ചെല്ലുന്ന പടങ്ങളാണ്, കുടുംബ പ്രാർത്ഥന നടത്തുന്ന പടങ്ങളാണ്. അപ്പോൾ ആ ഒരുമാതിരി ഫാമിലി പ്രെയർ ഉള്ള ഒരു സ്ഥലമാണ് അമേരിക്ക. പക്ഷേ ഈ പറഞ്ഞ പോലെ 1930 മുതൽ ദൈവം അത് നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്താണ്? ഇവർക്കൊരു കൗണ്ട് ഡൗൺ വരാൻ തുടങ്ങിയെന്ന് അർത്ഥം. ഒരു കൗണ്ട് ഡൗൺ കുടുംബ പ്രാർത്ഥനയിൽ. നമ്മളീ കുടുംബ പ്രാർത്ഥനയൊക്കെ പറയത്തില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തഡോക്സിലെ സഹോദരികൾ യാക്കോബ സഹോദരനെ കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞു. അവർ ഉടമ്പടി എടുത്തിട്ട് അവർ പറഞ്ഞതെന്തറിയാമോ? ഉടമ്പടി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെ റീസെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വെറുതെ അല്ല, കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണില്ലേ? കുടുംബത്തിൻ്റെ പകുതി മുക്കാൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ കാറ്റഗിസം നടക്കണ എവിടെയും കുടുംബ പ്രാർത്ഥനയിലാണ്. ഒരു ഡൗട്ടുമില്ല. കാര്യം നിങ്ങളാണ് അവരുടെ ദൈവം, കാണപ്പെട്ട ദൈവം. ശരിക്കും പറഞ്ഞാൽ 6 വയസ്സ് തൊട്ടൊക്കെ നമുക്ക് വേദപാഠമുള്ളത്. പക്ഷെ 4 വയസ്സ് 2 വയസ്സിലൊക്കെ ഉണ്ടല്ലോ, അമ്മയാണ് അവരുടെ ദൈവം, അല്ലെങ്കിൽ അപ്പൻ. അപ്പനും അമ്മയും വീട്ടുകാരും ഒരുമിച്ചിരുന്ന് കുഞ്ഞിനെ കൂടി ഒന്ന് പ്രാർത്ഥിക്കണില്ലേ? അത് പോയാൽ കുടുംബം തകർന്നു പോകും. 1933 ആദ്യ വ്രതവാഗ്ദാനത്തോടുകൂടി മേരി എഫ്രൈമിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പലപ്പോഴും മേരി എഫ്രൈം ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് ദൈവമനസ്സ് മേരി എഫ്രൈമിനെ വെളിപ്പെട്ട് കിട്ടിയതും. ഈ പ്രത്യക്ഷീകരണത്തിലൂടെ ഈശോ നൽകുന്ന ഏറ്റവും വലിയ മിസ്റ്റിക് എക്സ്പീരിയൻസ് ഫാമിലി ഡിപ്രഷനെ കുറിച്ചായിരുന്നു. മേരി എഫ്രൈം ഈശോയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് മേരി എഫ്രൈമിന് ഈശോ മാതാവിലൂടെ അമേരിക്കൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതും. അപ്പോൾ നമുക്കൊന്ന് എന്തിനാ മേരി എഫ്രൈമിനോട് ഇങ്ങനെ ഈശോ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോയും അമ്മയും ഒക്കെ ഉള്ളൊരു പ്രത്യേകത എന്താ പറയുക, വലിച്ചു വാരി എല്ലാവരോടും ഒന്നും സംസാരിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുക്കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ, അത് ദൈവം കണ്ണ് വെച്ച് ആൾക്കാരോടെ സംസാരിക്കത്തുള്ളൂ. കാര്യം അവരതിനു വേണ്ടി ചത്ത് കെട്ടിപ്പോകും.
ഇതൊരു സത്യമാണ്. എല്ലാവരോടും നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു 21 ലക്ഷം ആൾക്കാരുടെ കൗൺസിലിംഗ് കൂടിയിട്ടുണ്ട്. 21 ലക്ഷം, 21,000 അല്ല, 21 ലക്ഷം, 32 കൊല്ലം വയസ്സ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കാലങ്ങളെല്ലാം എനിക്ക് മനസ്സിലായ സത്യം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ മനുഷ്യർക്കും വയറ്റ് പ്രസവമല്ലേ ഉള്ളൂ. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഇര തേടണം എന്നൊക്കെയുള്ള, എങ്ങനെ വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള മിനിമം പ്രോഗ്രാമായിട്ട് നടക്കുന്ന ആൾക്കാരോടൊന്നും ദൈവം സംസാരിക്കത്തില്ല, സത്യമായിട്ട് സംസാരിക്കത്തില്ല. അതായത് ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ മനസ്സിലിങ്ങനെ ഭാരം കൊണ്ട് നടക്കും. ജനങ്ങളിൽ വിശ്വാസം കുറഞ്ഞാൽ ഇവർക്ക് ഉറക്കാൻ പറ്റത്തില്ല. ഒരു രാജ്യത്ത് വിശ്വാസം കുറഞ്ഞാൽ ഇവർക്ക് ഉറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറേ ആൾക്കാരാണ് ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല, നിങ്ങൾ അങ്ങനെ വേണം. കാര്യം ജനതകളെക്കുറിച്ചോ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ആത്മഭാരം ഉണ്ടാകണം. എൻ്റെ കർത്താവിൻ്റെ മഹത്വം എവിടെയെങ്കിലും മങ്ങിപ്പോയാൽ എനിക്ക് ഉറക്കം ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. ദൈവം സംസാരിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥന ആവശ്യമുള്ള മേഖലകളിൽ നമ്മളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാണ്. കാര്യം ദൈവത്തിന് there must be somebody to mediate. ഒരാളിങ്ങനെ മീഡിയേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് ആരായാലും കുഴപ്പമില്ല. ദൈവത്തോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒന്നാൾ മീഡിയേറ്റ് ചെയ്താൽ മതി. തീരുമാനം ആ വ്യക്തിയുടേതല്ല, തീരുമാനം ദൈവത്തിൻ്റെതാണ്. കാരണം നമുക്ക് നിന്നവെ നശിപ്പിക്കാൻ ദൈവത്തിന് യാതൊരു താല്പര്യമില്ല. അതുപോലെ സ്വന്തം ഗോമറ നശിപ്പിക്കാൻ ദൈവത്തിന് യാതൊരു താല്പര്യമില്ല. കാര്യം എന്താ? ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഞാനത് നശിപ്പിക്കത്തില്ല. എന്താ കാര്യം? എബ്രഹാം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് അങ്ങനെ ഒരാളെ വേണം, somebody to mediate. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ആളെ നോക്കി നടക്കിയിരിക്കും. എൻ്റെ ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്ന് മുതൽ ഞാൻ കർത്താവിൻ്റെ ആളാകും. ഇപ്പം മേരി എഫ്രൈം അതുപോലെ ഒരു വിശുദ്ധ സ്ത്രീയാണ്. വിശുദ്ധ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നാ? വിശുദ്ധമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് ഇഷ്ടം, ദൈവമേ എന്ന് പറഞ്ഞ ജീവിതം, ദൈവമേ എന്ന് മരിക്കണം ദൈവത്തിന് വേണ്ടി. അങ്ങനെ ദൈവം വിചാരിച്ച് ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ആരാലും വിശുദ്ധരായി പോകും. പിന്നെ നമ്മളെ കുറ്റവും കുറവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയാൽ, ആ വ്യക്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു പോയാൽ, പിന്നെ ബാക്കി ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വിധിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എൻ്റെ ഈ ടോക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കാൻ തോന്നുന്നത് നിങ്ങൾക്ക്. കാര്യം ദൈവസ്നേഹമാണ്. എനിക്കിത് പറയുമ്പോഴത്തെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മേരി എഫ്രൈം ദൈവസ്നേഹത്തിൻ്റെ വക്താവാണ്. അതുകൊണ്ടാണ് അവർക്ക് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനസ്സ് അവർക്ക് വെളിപ്പെട്ട് കിട്ടും. മേരി എഫ്രൈം ജനിച്ചത് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്ത്യൻ മേഖലയിലാണ്. പ്രത്യേകിച്ച് ഒരു കാത്തലിക് പശ്ചാത്തലമുള്ള സ്ഥലങ്ങളാണ്. ഡെൻസിറ്റിയുടെ കാര്യത്തിലും ഏതാണ്ട് 250 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലം മുഴുവനായിട്ട്. അതിൽ ഏതാണ്ട് 63% 61 കിലോമീറ്ററോളം വെള്ളവും ബാക്കി സമുദ്ര പ്രദേശങ്ങളും. ഒരു പക്ഷേ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു ദീപം എങ്ങനെയാണ് ഇവിടെ ഉയർന്നു വന്നത്? കാര്യം ഇവർ പരിപോഷിപ്പിക്കപ്പെട്ടു എന്ന കാര്യം, ഫാമിലിയിൽ ഇവരെ പരിപോഷിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വരത്തില്ല. ഇനി ഈ മേരി എഫ്രൈമിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവെന്ന് പറയുന്നത്, ഇവർക്ക് ഒരു സ്പിരിച്വൽ ഫാദറിനെ കിട്ടി. അതായത് ഈ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് ആത്മീയ ഗുരു എന്നാണ്. അപ്പം ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോഴേ എല്ലാ കൊല്ലവും ഓരോ സ്പിരിച്വൽ ഫാദറിനെ കിട്ടും. പക്ഷേ നമ്മുടെ ആത്മീയ സ്ഥിതിയൊക്കെ പറയാൻ, അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളോർക്കും എല്ലാ അച്ഛന്മാരും സ്പിരിച്വൽ ഫാദർ അല്ലേ, പിന്നെ എന്തിനാണ് പ്രത്യേക സ്പിരിച്വൽ? അപ്പോൾ സ്പിരിച്വൽ ഫാദർ അതും സ്പിരിച്വൽ അല്ലാത്ത ഫാദർ ഉണ്ടോ? അങ്ങനെയൊക്കെ
ഫാദർ എന്ന് പറയുമ്പോൾ തന്നെ സ്പിരിച്വൽ അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ നിങ്ങൾ. പക്ഷേ ഇതൊരു ടെക്നിക്കൽ ടേമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ വിലയിരുത്താനും നമ്മളെ വളർത്താനും വേണ്ടി ഉള്ള ആളാണ് പർട്ടിക്കുലർ സ്പിരിച്വൽ ഫാദർ. അപ്പം നമ്മൾക്ക് ഇപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള വെള്ളക്ക് ഇഷ്ടമുള്ള അച്ഛന്മാരത്ത് കുമ്പസാരിക്കത്തില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ അനുവാദമൊന്നുമില്ല. സെമിനാരി ഈ സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കണം. ഇപ്പം മനസ്സിലായില്ല കാര്യം? കഴിഞ്ഞ ഒരു മാസം നമ്മൾ കുമ്പസാരിച്ച പാപം അടുത്ത മാസം ആവർത്തിച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഫാദർ ഉപദേശം തരുമ്പോൾ നോട്ട് ചെയ്യും. ജോസഫ്, ആ പാപം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ, നീ എന്തായാലും രക്ഷപ്പെട്ടില്ല എന്ന് ചോദിക്കും. അത് അങ്ങോട്ടാണ് ഇരുന്നാണ്. നമ്മൾ കുമ്പസാരം കൊണ്ടു പോയിരുന്ന് മുട്ടുകുത്തിയിട്ട് പറയണമല്ല. കുമ്പസാര സമയത്ത് നമ്മൾ മുട്ടുകുത്തും, പക്ഷേ സ്പിരിച്വൽ മുറിയിൽ നമ്മളും സ്പിരിച്വൽ ഫാദർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഷെയറിങ് ചെയ്യുമ്പോൾ മൈനസ്മേലൊക്കെ എനിക്കൊരു ബുക്കുണ്ടായിരുന്നു, പുണ്യങ്ങളുടെ പുസ്തകം. അപ്പം ഈ സ്പിരിച്വൽ ഗൈഡ് ഇങ്ങനെ ഒരാളാണ് ഒത്തുകിട്ടാൻ വലിയ പാടാണ്. കാര്യം സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ആ വംശമാണ് ഏതാണ്ട് അന്യം നിന്ന് പോയ ജീവികളെ പോലെയാണ്. സ്പിരിച്വൽ ഫാദർ എന്ന് പറഞ്ഞാൽ പേരൊക്കെ അങ്ങ് പറയുമെങ്കിലും അതൊരു വംശം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ എങ്കിലും നിങ്ങളൊരാളെ സെലക്ട് ചെയ്യണത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇംപ്രഷൻ ലേമനാണ് നിങ്ങളെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണത് നല്ലതാണ്. 1940 മേരി എഫ്രൈമിന് ഒരു സ്പിരിച്വൽ ഫാദറിനെ ലഭിക്കുന്നത്. 1940 മുതൽ 1972 വരെ 30 കൊല്ലക്കാലം ഫാദർ ഡോക്ടർ പോൾ ലിബോർട്ട് മേരി എഫ്രൈമിൻ്റെ സ്പിരിച്വൽ ഫാദറായി തുടരുകയും മേരി എഫ്രൈമിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഫാദർ പോൾ ലിബോർട്ട് പിന്നീട് ബിഷപ്പായി മാറുകയും ചെയ്തു. 1940 ഇവർക്ക് സ്പിരിച്വൽ ഫാദറിനെ കിട്ടുന്നത്, ഈ മേരി എഫ്രൈമിന്. ഈ സ്പിരിച്വൽ ഫാദറിനെ ഇവർക്ക് 1972 ഈ ഫാദർ പോൾ ലിബോൾഡ് മരിക്കുന്നത്. അതുവരെ 32 കൊല്ലം ഇവരുടെ സ്പിരിച്വൽ ഫാദറാണ്. ദാറ്റ് മീൻസ് ഇവർക്കുണ്ടാകുന്ന മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എല്ലാം പുസ്തകങ്ങൾ എഴുതാൻ പറയണത് ഈ സ്പിരിച്വൽ ഫാദറാണ്. എന്നിട്ട് എന്തിനാ എഴുതാൻ പറയണമെന്നറിയാവോ? നമുക്ക് ഹാലൂസിനേഷൻ, ഇല്യൂഷൻ, അതുപോലെ തന്നെ ഡ്രീംസ്, പിന്നെ ഹ്യൂമൻ സ്പിരിറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ബിംബങ്ങൾ, പരിശുദ്ധാത്മാവ് നിവേശിതമായിട്ടുള്ള മെസ്സേജുകൾ, ഇതെല്ലാം കുഴഞ്ഞു പറഞ്ഞാൽ വരണത്, പലപ്പോഴായിട്ട് വരും. ഇതിൽ ഡിസേൺ ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ഫാദറിന് മാർക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവർക്കുള്ള കാരിസം, കൃപ, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻ്റാണ്, വിവേചനം. ഇപ്പം ഞങ്ങളൊക്കെ ദർശനം പറയത്തില്ലേ? ദർശനം പറയുമ്പോൾ വേൾഡ് ദർശനവും മാനുഷിക ദർശനവും ലോകദർശനം, മാനുഷിക ദർശനം, ദൈവിക ദർശനം, ഈ 3 ദർശനം വന്നിട്ട് ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷനിലാണ് ഇത് വിവേചിച്ച് പോണത്. ആ വിവേചിക്കാനുള്ള സമയം എടുക്കാതിരിക്കുന്നതാണ് ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഫാദറിനോട് പറയുമ്പോൾ ദാറ്റ്സ് റോങ് എന്ന് അദ്ദേഹം ഉടനെ പറയും. കാര്യം അദ്ദേഹം മനസ്സിൽ തോന്നും, അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോൾ ഉടനെ സ്പിരിച്വൽ ഫാദർ ദാറ്റ്സ് റോങ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് റൈറ്റ്, ക്യാരി ഓൺ. അപ്പോൾ ദ റൈറ്റ് ആൻഡ് റോങ് ക്യാരി ഓൺ എന്ന് പറയുന്ന ആരാണ്? ഈ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ ഫാദറിനെ ഫീൽ ചെയ്യും, ദിസ് ഈസ് ഗൈഡഡ് ബൈ ദ റോങ് സ്പിരിറ്റ്, ദിസ് ഇസ് ഗൈഡഡ് ബൈ ദ സെൽഫ്, ദിസ് ഇസ് ഗൈഡഡ് ബൈ ദ സെൽഫിഷ് മൈൻഡ്. ഇങ്ങനെ ഓരോ കാര്യവും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകുകയും അത് ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പിള്ളേർക്കൊരു ട്രെൻഡ് ഉണ്ടല്ലോ, പഠിക്കണതും പഠിക്കാത്തവന്മാരെല്ലാം അമേരിക്കയിലോട്ടും കാനഡയിലൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ പരിശോധന തോറ്റിട്ട് നേരെ തിരിച്ചും വരുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റോങ് സ്പിരിറ്റാണ്. അവർ പോയി, അപ്പോൾ പിന്നെ നമ്മൾ പോയില്ലേ പിന്നെ ആൾക്കാരത് വിചാരിക്കും. അതാണ് ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം കാശും കളയും എല്ലാം തിരിച്ചു പോരുകയും എന്തുമാത്രം ആൾക്കാരാണ് ഗതികെട്ട പ്രേതങ്ങളപ്പോൾ നാട്ടിൽ കാശും കളഞ്ഞ് തിരിച്ചു നടക്കുന്നത്. അപ്പം അതൊന്നും അവരെക്കുറിച്ച് ദൈവഹിതമായിരിക്കത്തില്ല. ഇതിനാണ് മെസ്സേജ് എടുക്കുന്നത്.
അല്ല അവർ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണ ഇതിനാണ് ഗൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പച്ചക്ക് പറഞ്ഞിരിക്കുകയും എന്താണ് എന്താണ് ഗൈഡിൽ എന്താണ് ഡിസേൺമെൻറ്റ് വരേണ്ട കാര്യം എന്താണെന്ന്. അപ്പോൾ സ്പിരിച്വൽ ഫാദർ ഉണ്ടെങ്കിൽ പറയും, നീ ഇവിടെ നിൽക്ക്, നീ വല്ല PSC എഴുതി കയറാൻ നോക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ എന്നെക്കാൾ ഇരട്ടി കാശ് കിട്ടും. ചിലപ്പോൾ കാശ്, അതായത് നമുക്ക് സമാധാന നാട്ടിൽ താമസിക്കാം, മാതാപിതാക്കന്മാരുടെ കൂടെ ജീവിക്കാം, അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട് മേടിക്കണം. ഇപ്പോൾ അവിടെ ജോലി കിട്ടി കഴിഞ്ഞാൽ വീടിന് വാടകയാവും, വാടക കഴിഞ്ഞാൽ പിന്നെ വീട് വാങ്ങിക്കണം, പിന്നെ നാട്ടിൽ പോരാനുണ്ടെങ്കിൽ അത് വിൽക്കണം. എന്തെല്ലാം പരിപാടികളാണ്. നിങ്ങൾക്ക് NRIക്കാരുടെ കാശ് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അവരവിടെ അനുഭവിക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് അവർ തന്നെ സ്വന്തത്തിൽ ഇത് വീട് നാട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോകും. മക്കൾ ജനിച്ചപ്പോൾ അവരിങ്ങോട്ട് വരിക ഒരിക്കലില്ല. ഞാൻ പറയുന്നതിന് അർത്ഥം വെച്ചാൽ ചിലർക്ക് ചിലത് നല്ലതായിരിക്കും. ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം നല്ലതല്ലെന്ന്, എല്ലാവർക്കും എല്ലാം നല്ലതല്ലെന്ന്. അങ്ങനെ വന്നെങ്കിൽ എനിക്കിത് നല്ലതാണോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഡിസേൺമെൻറ്റ് വെച്ചിരിക്കുന്നത്. വ്യക്തിക്ക് തന്നെ പ്രാർത്ഥന അരൂപിയുണ്ടെങ്കിൽ ഡിസേൺമെൻറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ വിഷയം സ്പിരിച്വൽ ഫാദറിനെ കുറിച്ചാണ്. ഈ മേരി എഫ്രൈമിന് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു, ഡോക്ടർ പോൾ ഡിബോൾഡ്. ഈ ഡിബോൾഡ് 32 കൊല്ലം, ദാറ്റ് മീൻസ് 72 അദ്ദേഹം മരിക്കണവരെ ഈ സ്പിരിച്വൽ ഫാദർ തന്നെയായിരിക്കും. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണത് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുവരെക്കും അപ്പാരിഷനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അതായത് ഈ അപ്പാരിഷൻ ആദ്യമായിട്ടും ഈ മേരി എഫ്രൈം സംഭവിക്കുന്നത് 1956 ആദ്യം ഇവർക്കൊരു ഇൻറ്റേർണൽ ഫീലിങ്സാണ് വെച്ചാൽ ആന്തരികമായ ഒരനുഭൂതി. അതായത് എങ്ങനെ ലൂർദ് മാതാവ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഒരു പൈലറ്റ് വിഷൻ എന്ന് പറയാൻ നമുക്ക്. മന്ത്രിമാരൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിലെ കൂടി പോലീസ് പോണ പോലെ എല്ലാ വിഷൻ്റെ ഫ്രണ്ടിൽ ഒരു പൈലറ്റ് വിഷൻ ഉണ്ടാവും. ഇത് പൈലറ്റ് വിഷനാണ്. 1956 സെപ്റ്റംബർ 25 പൈലറ്റ് വിഷൻ. അതിനകത്ത് ലൂർദ് മാതാവാണ് ഫീൽ ചെയ്യണത്. ദാറ്റ് മീൻസ് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ, പ്ലീസ് ബിവെയർ, ശ്രദ്ധിക്കുക. പിറ്റേ ദിവസമാണ് കറക്റ്റ് അപ്പാരിഷൻ നടക്കുന്നത്. കറക്റ്റ് അപ്പാരിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 26. അപ്പോൾ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടും. ഇതൊരു പെക്യൂലിയർ മേരിയാണ്. ആ ആദ്യത്തെ ശുദ്ധനെ അമ്മ പറയേണ്ടൊരു വാക്കുണ്ട്, ഐ ആം അവർ ലേഡി ഓഫ് അമേരിക്ക. ഇപ്പോൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്? ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇപ്പോൾ എല്ലാ പ്രത്യക്ഷീകരണങ്ങൾക്കും ഒരു വോക്കൽ വോയിസ് ഉണ്ടാകും. വോയിസ് ഇപ്പോൾ ഈ കാണുന്ന ആളിന് ആത്മാവിൽ അത് പെട്ടെന്ന് കിട്ടുന്നതാണ്. അല്ല അവിടെ നമ്മുടെ സൗണ്ട് ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യണമല്ല, വെഹിക്കിൾ അനൗൺസ് ചെയ്യണമല്ല. അപ്പാരിഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ലാംഗ്വേജ് എല്ലാം പിടികിട്ടും, സൗണ്ടെല്ലാം പിടികിട്ടും, എല്ലാ സംഭവവും സെക്കൻഡ് സമയം എല്ലാം നടക്കും. പക്ഷേ അമ്മയുടെ ഫിഗർ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിഗറാണ്. ഇവർക്ക് കിട്ടിയത്, അതായത് ഓക്കെയില നമ്മുടെ മേരി എഫ്രൈമിന് കിട്ടിയ ഫിഗറില്ലേ, മാതാവ് ഒരു ശരിക്കും പറഞ്ഞാൽ സ്വർഗീയ രാജ്ഞിയെപ്പോലെ നിൽക്കുന്നതാണ്. കാര്യം എല്ലാം കംപ്ലീറ്റ് വൈറ്റാണ്. കംപ്ലീറ്റ് വൈറ്റിൽ, അതായത് ഒറ്റ ഉടുപ്പ് വൈറ്റ്, പിന്നെ മാതാവിന് ശിരോവസ്ത്രമുണ്ട്, പിന്നെ ഒരു മേലങ്കിയുണ്ട്, എല്ലാം വൈറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാനിത് കണ്ടപ്പോൾ ചിത്രകണ്ടപ്പോൾ ഞാനെടുത്തത് ഫാത്തിമ മാതാവിനോട് ഇത്തിരി സദൃശമുണ്ട്. ഫാത്തിമ മാതാവ് ഈ ഫിഗർ നോക്കിട്ടെ ഫാത്തിമ മാതാവിനോട് ഇത്തിരി സദൃശമുണ്ട്. അല്ലാതെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളിയാണ്, വൈറ്റല്ലേ. എന്നിട്ട് അമ്മ പറയുന്ന വാക്കാണ് ഈ മേരി എഫ്രൈമിനോട് പറയുമേ, അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം, ഞാൻ വിശുദ്ധിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഹോണർ ചെയ്യണത് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണമെന്ന് പറയും. ദാറ്റ്സ് എ മെസ്സേജ്. നിങ്ങൾ എന്നെ ഹോണർ ചെയ്യണത് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണം. അപ്പം നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവത്തെ നമുക്ക് ഹോണർ ചെയ്യാൻ പറ്റും, മാതാവിനെ ഹോണർ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ വയറ്റിൽ വരണത്. ഇനി വയറ്റിൽ മാത്രമല്ല, കയ്യിൽ കൊണ്ട് ശുദ്ധതയുടെ വ്രതപുഷ്പം
ലില്ലി, അതായത് ഒരു പച്ചത്തണ്ടുണ്ടല്ല 3 പൂക്കളുള്ള ചെടിയില്ലേ, അത് ചെടിയല്ല, ലില്ലിച്ചെടി, അത് അമ്മയുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ ഒരുപക്ഷെ മാതാവിൻ്റെ കയ്യിൽ ലില്ലിപ്പൂക്കളുള്ള ഒരേ ഒരു അപ്പാരിഷൻ ഇത്. നമ്മൾ പിന്നെ കണ്ടിട്ട് മരിയഗുരുവത്തിക്കാണ് ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അമ്മ ഈ മാൻഡല് അല്പം ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് അമ്മയുടെ ഹൃദയം കാണിക്കുന്നുണ്ട്. അത് വിമല ഹൃദയമാണ്. ചുറ്റോട് ചുറ്റും റോസപ്പൂക്കൾ ചാർത്തിയ ഹൃദയമാണ് കാണിക്കുന്നത്. എൻ്റെ മക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൽ വളരുക എന്നാണ്. വിശുദ്ധിയിൽ ജീവിച്ച് ദൈവസ്നേഹത്തിൽ വളരുക, അഥവാ ദൈവസ്നേഹം നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുക. ഇത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനു പറയാം? അമ്മ എൻ്റെ ഇൻറ്റൻഷൻ പറയുന്നുണ്ട്. എന്തിനാണ്? കർത്താവ് യേശു ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തിനെയും മഹത്വപ്പെടുത്താൻ. അതാണ് ലക്ഷ്യം. ത്രിത്വക ദൈവമാണ് ലക്ഷ്യം. അപ്പം നമ്മളുടെ ഓരോ വിശുദ്ധ ജീവിതവും ത്രിത്വക ദൈവത്തെയാണ് നമ്മൾ അതുവഴി മഹത്വപ്പെടുത്തുന്നത്. ഇപ്പം ഈ ഗുഡ്നസ് ടി വിയിലൂടെ നിങ്ങളെ നന്മ നിറഞ്ഞു മറിയുമെന്നുള്ള ഈ അപ്പാരിഷൻ, അതായത് അവർ ലേഡി ഓഫ് അമേരിക്ക എന്നുള്ള വലിയ മേരി എഫ്രൈം ഉണ്ടായിരുന്ന ഈ അപ്പാരിഷൻ, ഈ പ്രത്യക്ഷീകരണം നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അമ്മ അമേരിക്കരോട് മാത്രം ആശപ്പെടുകയല്ല, എല്ലാവരോടും ആശപ്പെടുകയാണ്. എന്താണ്? വിശുദ്ധി ജീവിക്കണം, ദൈവസ്നേഹത്തിൽ വളരണമെന്ന്. അപ്പോൾ പിതാവ് ദൈവം നിങ്ങളിൽ മഹത്വപ്പെടും. അങ്ങനെ മഹത്വപ്പെട്ടാലുള്ള ഗുണം എന്താ? ദൈവം നമ്മൾ മഹത്വപ്പെട്ടാൽ നമ്മളും ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വപ്പെടും. എപ്പോഴും മരീൻ അപ്പാരിഷൻ എപ്പോഴും അതിൻ്റെ ഒരു അതർ എൻഡ് നിൽക്കുന്നത് നിത്യതയിലായിരിക്കും. മരിയ അപ്പാരിഷൻ്റെ മെയിൻ സംഭവമാണ്. എന്ത് അമ്മ പറഞ്ഞാലും അതിൻ്റെ അതർ എൻഡ് നിൽക്കുന്നത് നിത്യതയിലായിരിക്കും. അഥവാ നിത്യതയെക്കുറിച്ച് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിത്യതയെക്കുറിച്ച് കാര്യം ഈ ലോകം എപ്പോഴാണ് ഇരുട്ടിലാകണത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എപ്പോഴാണ് മനുഷ്യൻ നിത്യതയെക്കുറിച്ച് അവന് കൺസെപ്റ്റ് നഷ്ടപ്പെടുന്നത്, അന്ന് ലോകം ഇരുട്ടിലാകും. അതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നിത്യത ലഭിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. കാര്യം there is no other way, മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ എ സിംഗിൾ നെയിം ഇസ് ഗിവൺ. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഈ അവർ ലേഡി ഓഫ് അമേരിക്ക ശുഭ്രവസ്ത്രത്തിൽ നിന്നുകൊണ്ട് നിത്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുക. എന്നിട്ട് നിത്യനായ ദൈവത്തെക്കുറിച്ച്, ത്രിത്വക ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഓ ചിൽഡ്രൻ, യു തിങ്ക് അബൌട്ട് ദ ഇറ്റേണൽ ഫാദർ ആൻഡ് സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ ആ മഹത്വം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹത്വം നിത്യതയിൽ നമുക്ക് അവകാശമോഹരിയാവും. ഈ അപ്പാരിഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവസ്നേഹത്തിൽ വളരുവാനും കൃപയിൽ നിറയുവാനും ഈ അപ്പാരിഷൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.